ഇതൊക്കെ ആന മറിച്ചിട്ട പൊടി. ഈ കഴിഞ്ഞ രാത്രി വരെ ഇടതൊടാതെ ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ്. ക്ഷമ കൊണ്ട് ഞങ്ങൾ നെല്ലിപ്പടിൻ്റെ അങ്ങനത്തെ എത്തി. ഇനിയിപ്പോൾ എന്താ ചെയ്യണോ, മരിക്കണോ ജീവിക്കണോ എന്നുള്ള ഇതിലാണ്. അപ്പോൾ പിന്നെ ഈ വരുമാനം കൊണ്ട് വേണം, ഈ അടക്കേൻ്റെയും കാപ്പീൻ്റെയും കൊണ്ട് വേണം ഞങ്ങളുടെ ജീവിതമാർഗം. അപ്പോൾ അതും ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഒരു ചന്ദന മരം കണ്ടോ ഒടിച്ചിട്ടേക്കുന്ന കണ്ടോ ആന? ചന്ദന? ആ ചന്ദന. ചന്ദന മരം എന്തിനാ ആന ഓടിക്കുന്നത്? എനിക്കറിയില്ല. ഒരു മാങ്ങ പൊടിച്ചിട്ടേക്കുന്ന കേട്ടോ. അല്ല അതും ഇല്ലല്ലോ, അത് മുടങ്ങി. അതും ഇപ്പൊ തരുന്നില്ലല്ലോ സർക്കാർ. ഇതാ വാഴപ്പഴം തിന്നണമെങ്കിൽ പഴം തിന്നണേ ഞങ്ങൾ കടയിൽ പോയി വാങ്ങണം. ഇവിടെ ഇല്ല. തീരേണ്ടതെല്ലാം കഴിഞ്ഞു. ഇത് വലിയ ചുമടാ. ഇതാ വലിയ ആനയത്. ഇത് വലിയ ആനയാണ്. വലിയ കാൽപ്പാടാട്ടോ. മെയ് 1-ാം തീയതി മുതൽ വോട്ട് ഉണ്ടല്ലോ, ഇലക്ഷൻ മുതൽ ഞാൻ ഇവിടെ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അന്ന് മുതൽ നമ്മളിവിടെ ഫോറസ്റ്റുകാരോട് ദിനംതരം പറയുന്നുണ്ട്. അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആന ശല്യം ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും കൃഷി കൊണ്ടാണ് ഉപജീവനം കഴിഞ്ഞുകൂടി പോകുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗ്ഗങ്ങളില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്കറിയാം അതിരൂക്ഷമായ വന്യമൃഗശല്യം നേരിടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും മുട്ടിക്കൊമ്പൻ തുടങ്ങിയ ആനകളൊക്കെ ഇവിടെ ഇറങ്ങി ഒത്തിരിയധികം നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. നമ്മളിനി ആ ഒരു എന്താ പറയുക, ആന വരുത്തി വെച്ച ആ ഒരു നാശനഷ്ടമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതെല്ലാ ദിവസവും ഉണ്ടല്ലോ ചേട്ടാ? എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടില്ല, മുടങ്ങാതെ വരുന്നുണ്ട് ആന. മെയ് 1-ാം തീയതി മുതൽ വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 2-2.5 മാസമായി. ഇവർ വെട്ടി മാറ്റി കളഞ്ഞു. നല്ല നിറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അതാണ് പറിച്ചത്. കൂമ്പ് കളഞ്ഞു. ഇവിടെ ഒരു വലിയ തെങ്ങ്, വലിയ തെങ്ങ, നല്ല കായുണ്ടോ? ഞാൻ വന്ന് 1-ാം തരം തെങ്ങ് അല്ലേ? 1-ാം തരം കണ്ടോ. ഇളനിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഇളനി ഉണ്ടായിരുന്നു. ഇതൊരു കവുങ്ങിതാ. ഈ സാധനം തിന്നാനാ ഇവര് ഈ പൂ? ഇത് തിന്നാനാന്ന് തോന്നുന്നു. കുറേ സമയം ഇവിടെ നിന്നിട്ടുണ്ടല്ലേ? ഇതാ തൂറി പെരകി. ചേട്ടൻ്റെ പേരെങ്ങനെയാ? PN പത്മനാഭൻ, വടക്കനാട് 1-ാം വാർഡ് താമസിക്കുന്ന ആളാണ്. ഇവിടുത്തെ ഒരു ചെറുകിട കൃഷിക്കാരനാണ് ഞാൻ. ചെറുകിടക്കാരനാണ്. വലിയ ബാങ്ക് ലോണും ജപ്തിയും എല്ലാം ലോണൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. 2019 മരിച്ചു. അമ്മ ഇപ്പോൾ അസുഖമായിട്ട് കിടപ്പിലാണ്. സുഖം പോലെ. ഇപ്പം എനിക്ക് 65-ൻ്റെ അടുത്തായി വയസ്സ് പ്രായം. ഇപ്പോഴും കൃഷി കൊണ്ടാണ് ഉപജീവനം കഴിഞ്ഞുകൂടി പോകുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗ്ഗങ്ങളില്ല. എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പഠിച്ചാലും അവർക്കൊരു സ്ഥിരമായിട്ടൊരു ജോലിയോ ഒന്നും ഒരു മോളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ട്. മോനങ്ങനെ ഉണ്ട്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ടാണ് അങ്ങനെ തട്ടിമുട്ടിക്കുന്നത്. ഇപ്പോൾ ആന ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട്? അല്ല, മെയ് 1-ാം തീയതി മുതൽ ആന മുടങ്ങാതെ വരുന്നുണ്ട്. മെയ് 1-ാം തീയതി മുതൽ വോട്ട് ഉണ്ടല്ലോ, ഇലക്ഷൻ മുതൽ ഞാൻ ഇവിടെ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അന്ന് മുതൽ നമ്മളിവിടെ ഫോറസ്റ്റുകാരോട് ദിനംതരം പറയുന്നുണ്ട്. അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആന ശല്യം ഉണ്ടെന്നുള്ളത്. റേഞ്ചറിനെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ഗാർഡുമാരെ വിളിക്കുന്നുണ്ട്, ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ റിപ്പോർട്ടുകൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി നാശനഷ്ടം വരുത്തുന്നുണ്ടല്ലേ? ഒത്തിരി നാശനഷ്ടം വരുന്നുണ്ട്. സുമാർ രാത്രി കൊണ്ട് 200-ൽ പരം കവുങ്ങ് എന്തായാലും അവൻ ഒരു വീട്ടിൽ തന്നെ തമർത്തി കളയുന്നുണ്ട്. പല വീടുകളിലായിട്ട് ഒറ്റ രാത്രി കൊണ്ട് തീർക്കുന്നുണ്ട്. പല വരിയായിട്ടും സ്ഥിരമായിട്ട് വരുന്ന ആനകൾ തന്നെയല്ല വരുന്നത്? സ്ഥിരമായിട്ട് കൂട്ടമുണ്ട്. അതിനിപ്പോൾ പറഞ്ഞില്ല, അവിടെ ഒരു ഒറ്റ ആനയുണ്ട്. 2 എണ്ണമായിട്ട് വരുന്നതുണ്ട്. അവർ പടക്കം പൊട്ടിച്ച് അങ്ങ് പോകും. ഇനിയിപ്പോൾ സ്ഥിരം കാവലിനായിട്ട് നേരം വെളുക്കുന്നവരെ നിർത്താമെന്നാണ് ഇപ്പോൾ DFൻ്റെ ഓർഡർ. അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. എപ്പോൾ വരുമെന്ന് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ തീർന്നു പോയി. തീരേണ്ടതെല്ലാം കഴിഞ്ഞു. ഇനി എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നും കൂടി ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞാൻ സിദ്ദിഖിന് എല്ലാവരും MLA എല്ലാം വിളിക്കലുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ വിഷയം. ഇവിടുത്തെ നമുക്ക് ബാക്കി സ്ഥലം കൂടെ കാണാം. ഇത് നിറച്ച് കായുള്ളതാ. അത് 100 പോരാ. ഈ ഒരു തെങ്ങ് ഇത്ര ആകാൻ എത്ര വർഷം എടുത്തുണ്ടാവും? വലിയ തെങ്ങല്ലേ? മുഴുത്ത തെങ്ങല്ലേ? സാധാരണ ചെറിയ തെങ്ങൊക്കെയാ മറിച്ചിടുന്നതാണ്. ഇത്രയും വലിയ തെങ്ങൊക്കെ അല്ലേ?
40 വർഷത്തെ അധ്വാനം ആട്ടെ കളഞ്ഞേ. അതിപ്പോ ഓരോ ഒറ്റ രാത്രി കൊണ്ടല്ലേ ഒറ്റ രാത്രി കൊണ്ടാണ്. ഇത് കാപ്പിന്റെ കമ്പ് കണ്ടോ, വലിയ വലിയ കാപ്പിന്റെ കമ്പുകൾ ഒടിച്ചു കളഞ്ഞല്ലേ. ഒടിച്ചു കളഞ്ഞു. ഇത് വലിയ ചുമടാ, ഇതാ വലിയ ആനയത്. ഇത് വലിയ ആനയാണ്, വലിയ കാൽപ്പാടാട്ടോ. ഓരോ വർഷം നമ്മൾ ഈ കിട്ടുന്ന കാപ്പിയും പിന്നെ അടക്കയും ഒക്കെ കൊണ്ടല്ലേ നമ്മുടെ നിത്യകൃഷി കഴിഞ്ഞു പോകുന്നത്. അതിങ്ങനെ അതിനിടയ്ക്ക് എന്താ ഈ കാപ്പിയും അടക്കയും അല്ലാണ്ട് വേറെ എന്താ നമുക്ക് കുരങ്ങന്മാരെ ശല്യം. അങ്ങനെ വേറെ കുരങ്ങെന്ന് പറഞ്ഞാൽ ഒരു സാധനം വെച്ചേക്കില്ല, കർമ്മൂസ വെക്കില്ല, അത്തപ്പഴം വെക്കില്ല, അങ്ങനെ കർമ്മൂസിന്റെ അത് തന്നെ കിട്ടുന്ന ആദായം കൊണ്ട് ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല. പിന്നെ ബാങ്കിലെ കടം വൃത്തിയായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. ഇവർക്ക് സുഖമല്ല, എനിക്ക് ഞാനൊരു സുഖമില്ലാത്ത ആള്, ഇവരും പല രീതിക്ക്. അപ്പോൾ പിന്നെ ഈ വരുമാനം കൊണ്ട് വേണം, ഈ അടക്കേൻ്റെയും കാപ്പീൻ്റെയും കൊണ്ട് വേണം ഞങ്ങളുടെ ജീവിത മാർഗം. അപ്പോൾ അതും ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? പിന്നെ വേറെ പന്നിയാണെങ്കിൽ ഒരു ചേമ്പ് ചേന ഒന്നും അതൊന്നും ഇവിടെ കൃഷിയില്ല. ഉപേക്ഷിച്ച് ഞങ്ങള് കാച്ചല് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുരങ്ങ് ഈ തെങ്ങിന്റെ മണ്ട കയറിയിട്ട് മച്ചിങ്ങ ഇട്ട് താഴെ വിടും. ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ അടുത്ത പ്രദേശത്ത് ഇനി എന്തൊക്കെ നാശനഷ്ടങ്ങളാണ്. ഇതിങ്ങനെ ഡെയിലി വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ടുള്ള കണക്കിനുള്ള ശമ്പളം കിട്ടും. നമ്മുടെ ജീവിതമാണ് വഴിമുട്ടി. ഇപ്പൊ പെൻഷൻ വരെ കിട്ടുന്നില്ല. അല്ല അതും ഇല്ലല്ലോ, അത് മുടങ്ങി. അതും ഇപ്പൊ തരുന്നില്ലല്ലോ സർക്കാർ. ഇതാ വാഴപ്പഴം തിന്നണമെങ്കിൽ പഴം തിന്നണമെങ്കിൽ ഞങ്ങൾ കടയിൽ പോയി വാങ്ങണം. ഇവിടെ ഇല്ല, ഫലമില്ല. ഇത് ഒക്കെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി ഇത് അവിടെ 2 ചോടുണ്ട്. ഒരു വരവ് വന്നു കഴിഞ്ഞാൽ ആ പറമ്പിൽ പല സാധനങ്ങളാട്ടൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ പല പറമ്പിൽ കൂടെ പോയി ഒരു ദിവസം 200 കവുങ്ങെങ്കിലും കളയുന്നുണ്ടെന്ന് അവർ പറയുന്നത്. പല പല സ്ഥലത്തായിട്ടാണ്, പല സ്ഥലത്തായിട്ട്, ഒരു സ്ഥലത്തല്ല, 200 അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തൊന്നും എല്ലാവരും ഒന്നും പോകില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ന്യൂസ് എടുക്കാൻ വരുന്നവരാണെങ്കിലും എല്ലാ സ്ഥലത്തും പോയില്ല. അതുകൊണ്ട് നമ്മളിന്ന് മാക്സിമം സ്ഥലത്ത് പോയി മാക്സിമം ഇത് എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടെന്നൊന്ന് കാണിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ 2 കവുങ്ങ് നമ്മളിപ്പോൾ കണ്ടു. ഒരു വലിയ 40 വർഷം പ്രായമുള്ളൊരു തെങ്ങ്. ഈ കവുങ്ങൊക്കെ എത്ര വയസ്സുള്ള? ഒരു 5-8 വർഷമെങ്കിലും ഇല്ലേ? ഉണ്ടാവും. 5 പോരാ, 10-12 വർഷം ഉണ്ടാവും. 12 വർഷം ഉണ്ടല്ലേ? 12 വർഷം പ്രായമുള്ള കവുങ്ങ് ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ കളയും കേട്ടോ. ഒറ്റ നിമിഷം കൊണ്ട് ആന നശിപ്പിക്കുകയാണ്. ഇതെന്ത് മരം അത്? അതൊരു മുരുക്കാണ്. അത് മറിച്ചിട്ടല്ലേ? അത് മറിച്ചിട്ട് കേട്ടോ. അത് പിന്നെ പോട്ടേ നോക്കാം അല്ലേ? അത് പോട്ടേന്ന് വെക്കാം. ഇവിടെ ചവിട്ടി കയറുന്നല്ലേ? ഇങ്ങനെ കേട്ടോ ചവിട്ടി കയറി പോയേക്കുന്നുണ്ടോ? നമുക്കൊക്കെ ഇത് നടക്കാൻ പോലും. നമ്മുടെ പെങ്ങളെയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ പെങ്ങളെ കവുങ്ങാണ്. കവുങ്ങല്ലേ? സാർ ഇതൊക്കെ മറിച്ചിട്ട ആന മറിച്ചിട്ട പൊടി. ഇതിപ്പോൾ ഒരാഴ്ച ആണ്ട് അടുത്താകുന്നു. ദിനം വരിക ഓരോ ദിവസം. പറമ്പിൽ സ്ഥിരം നിൽക്കുന്നുണ്ട് കേട്ടോ. ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് ഇവിടെ സ്ഥിരം. ഇവിടെ കുറേ നേരം നിൽക്കുന്നുണ്ട്. കുറേ നേരം നിൽക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വീടൊന്നുമില്ല. അവർ ഇതാണ്ടോ ഇതൊക്കെ മടിച്ച് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആനേൻ്റെ തന്നിഷ്ടം കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കിടക്കുന്നുണ്ട്. ഇതാ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു കവുങ്ങ്, അവിടെ ദൂരെ ഒരു കവുങ്ങ് ഉണ്ടോ? കുറേ കവുങ്ങുണ്ട് കേട്ടോ. ഇത് മണ്ണ് വാരി കുളിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? മണ്ണ് ഈ മൂളത്ത് എന്തൊക്കെയാ ഇടുന്നതായിരിക്കും. ഒന്ന് പിന്നെന്തേ അടുത്ത കവുങ്ങ്. ഇപ്പം തന്നെ ഒരു 5-8 കവുങ്ങായിട്ടോ. അടുത്ത കവുങ്ങ്. ഇത് അമ്മേൻ്റെ വീടാണ്. നമ്മുടെ അപ്പുറത്തുണ്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വന്ന് ഇവിടെയുണ്ട്. ഇതൊക്കെ കളഞ്ഞു. ഇതിലൊക്കെ ഫുൾ അടയ്ക്കേണ്ടതാണ്. ഏകദേശം കളഞ്ഞു. ഇതാ അടുത്ത അമ്മ ദേവി എന്ന് പറയും. ദേവി അമ്മ. അടുത്ത് ഇവിടെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടുത്തെ കവുങ്ങൊക്കെ കാണാം. ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 2.5 മാസം ആകാറായി സ്ഥിരം ആന മുടങ്ങാതെ വരുന്നു. 2.5 മാസമായി.
ഇതാ സ്ഥിരമായിട്ട് വരുന്നതിൻ്റെ കേട്ടോ. ഇവിടെയൊക്കെ കാപ്പിത്തോട്ടമാണ്, അതുകൊണ്ട് എപ്പോഴും ഒന്നും ആൾക്കാർ ഈ വഴിക്ക് വരൂല കേട്ടോ. കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഏതോ ഇവിടെ ഒരു കവുങ്ങ് കിടപ്പുണ്ട്. അടുത്ത കവുങ്ങ്. ഇതൊന്നും അധികം ആയില്ലല്ലോ. ഇതൊന്നും അധികമായില്ല, 2 ദിവസമായിട്ടുള്ളൂ ഈ മഴ. മണ്ണൊക്കെ ഫ്രഷ്. ഇത് നമ്മുടെ അമ്മേൻ്റെയാണിത് ഇതം. ഇവിടെ ഒരു മരം അതങ്ങനെയല്ലോ. അവിടെയുണ്ട്. ഇത് എന്ത് തിന്നാനാണ് ഇത് മറിക്കുന്നത്? വെറുതെ ആവശ്യമില്ലാതെ. അവർക്കെന്താന്നേ, ആനയ്ക്ക് കലി കയറിയിട്ട് വേറെന്താ. ഇതേപോലെ നിറയെ അടയ്ക്കയുള്ള മരങ്ങളാട്ടോ ഈ ആന ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വലുപ്പമുള്ള കവുങ്ങൊക്കെയാണ് മറിച്ചിരുന്നത്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതാ ആളില്ലാത്ത പോലെ തോന്നുന്നു, അതാ ചോദിച്ചു. ഇവിടുന്ന രതിയേ രതി പോട്ട് വരാം. ഫോറസ്റ്റിൻ്റെ പകരം സോളാർ വെച്ചത്, അത് കേടാ. അവരെ സോളാറാണ് അത് കേടാ. അത് അവിടെ വെച്ചേക്കണേ. അതാ ഇവിടെ വീട്ടിൽ, നമ്മുടെ അനിയൻ്റെ വീടത്. അനിയൻ്റെ വീടാ. ഫെൻസിങ്ങാ? ഫെൻസിങ്. അത് ഇടയ്ക്ക് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. അതിലൊന്നും ആന നിൽക്കില്ല. ഇതിൽ 60 തെങ്ങുണ്ടായിരുന്നു, അത് 2 കൊല്ലം മുമ്പേ തീർത്ത്. 60 തെങ്ങോ? 60 കായ്ക്കണ തെങ്ങ്. അതും കൂടി വെച്ചോളി മുസിൽ. ഇഷ്ടംപോലെ കവുങ്ങുകളാട്ടോ ഈ പറമ്പിലൊക്കെ കളഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ അതിരി, നമ്മളെ പ്ലോട്ടാണിത്. കാപ്പി എടുത്ത പടി കണ്ടോ? കാപ്പി കണ്ടോ? എല്ലാം ഇങ്ങനെ ചിറക് ഒടിച്ചിടുക, ഇങ്ങനെ എല്ലാം മറിച്ചിടുക. കുറേ മുകളിലേക്കൊക്കെ കുറേ മരം മറിച്ചിട്ടിട്ടുണ്ട്. കാപ്പി വന്നേക്കുന്നുണ്ടോ? കവുങ്ങാട്ടോ ഇത്. അതൊക്കെ ആന കളഞ്ഞതാ. ഇതെന്ത് മരം? അത് ഇടലാന്ന് പറയും. കുളർമാവ്. അത് നല്ല അതിൻ്റെ തൊലിക്കൊക്കെ നല്ല വിലയുണ്ട്. ഇതൊക്കെ ആന പൊടിച്ചതാണ്, അതൊക്കെ ഞാൻ വിറകാക്കിയിട്ടതാ. ഇങ്ങോട്ടൊക്കെ ഫുള്ളായി തീർത്തു. 100-ൻ്റെ അടുത്ത് ഫുള്ളായി തീർത്ത. പഴയത് ഇനി നമ്മൾ എന്തായാലും നമുക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, പറയാനൊന്നും ഇല്ലല്ലോ. ഇതാ കേട്ടോ, മരങ്ങളൊക്കെ ചാടിച്ചിരിക്കുന്നുണ്ടോ? അതൊക്കെ ആന ഒടിച്ചതാ. ഇതാ ഇതൊരു മരം. ഇതൊക്കെ ആന ഒടിച്ചാ? ആന ഒടിച്ചതാ. ഇതെന്തിനു ഒടിക്കുന്നത്? വെറുതെ. ഇതാ ഇതൊരു മരം. ഇത് ആന ഒടിച്ചതാ. മസിൽ തീർക്കാനാന്ന് തോന്നുന്നില്ല. അതിന് ഇതാ ഒരു മാവ്. ഇതെന്താ മാവ്? മുകളിലോട്ടേക്ക് ഉണ്ട് കേട്ടോ. മുകളിലേക്ക് ഇപ്പോൾ ഒരു ചന്ദന മരം കണ്ടോ ഒടിച്ചിട്ടേക്കുന്ന കണ്ടോ ആന? ചന്ദന? ചന്ദന. ഇതാ ചന്ദന മരം. ഇത് പണ്ടൊരു മരം ഉണ്ടായിരുന്നു, അത് കള്ളം കൊണ്ടേ എനിക്ക് കിട്ടിയില്ല. ഇതാ ചന്ദന. ഈ ചന്ദന കേട്ടോ ഈ കാണുന്നത്. ആന ഒടിച്ചു. ആദ്യമായിട്ട് ഒരു ചന്ദനമരം നേരിട്ട് കാണും. ചോദിച്ചാൽ ചന്ദനമരം എന്തിനാ ആന ഒടിക്കുന്നത്? എനിക്കറിയില്ല. നേരത്തെ സ്പ്രേ അടിക്കാനാ? ഇതൊക്കെ ഇന്നലെ മറിച്ചത്. കവുങ്ങൊക്കെ എടുത്തില്ലേ? ചന്ദനമരം കേട്ടോ ഇത്. ആന ഒടിച്ച് വെച്ചേക്കോട്ടോ. ഇനിയിപ്പോൾ ഇതുണ്ടാവും. വളരുമില്ലല്ലോ. എന്തോ എനിക്കറിയില്ല. വെട്ടിക്കൊടുത്താൽ ആന എത്ര വർഷം പഴക്കോളാം? എത്ര വർഷം? ഇതിപ്പോൾ അധികമായിട്ടില്ല, ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ? വളരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ എത്ര രൂപയുടെ മുതലാ? വലിയ മരമാവും. എത്ര രൂപയുടെ മുതലാ? ഒരു 10-15 കിട്ടില്ലേ? നല്ല
അടുത്ത് തൈ കിട്ടിയപ്പോൾ. പന്നിയുടെ കാൽപ്പാട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് പുള്ളി മാൻ വരുന്നതാ. മാൻകൂട്ടം ഉണ്ടല്ലോ ഇവിടെ. ഒരു മാവ് പൊടിച്ചിട്ടേക്കുന്ന കേട്ടോ. ഈ പറമ്പിൽ ഒടിച്ചിട്ടിരിക്കുന്നത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഭയങ്കര ദാരുണമായ കാഴ്ച കേട്ടോ. ഇതെടുത്തോളി. ഈ കുതിൽ വീടില്ല, അതാണ് ഇതുണ്ട്, അതൊക്കെ ആന കളഞ്ഞത്. കെട്ടിടം കാണുന്നത് അതെ, ഇതാ ടാങ്ക് വെള്ളത്തിൻ്റെ. കവുങ്ങ് തന്നെ കളയാല്ലേ. കവുങ്ങും കാപ്പിയും ഇതാ ഇതൊക്കെ കാന കളഞ്ഞതാ. ഇതാ കാപ്പി. കാട്ടാടില്ല. ഇതിൽ സ്ഥിരം വരവുള്ളതാണ്. അതാ ഇത് കാപ്പി. ഈ കാപ്പി ഇതുകൊണ്ട് ആന ഓടിച്ചിട്ടേക്കണ കണ്ടോ, ഇങ്ങോട്ട് ചായച്ചിട്ട്. പകലൊന്നും കാണൂല്ലേ? ഇല്ല, പകലിപ്പോൾ അവരുണ്ടല്ലോ, ഡ്യൂട്ടികളുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാട്ടിലേക്ക് മാറി നിൽക്കുക. ഇപ്പോൾ ആൾക്കാർ വരുന്നതുകൊണ്ടേ, ഇപ്പോൾ കാടുമാർ വരുന്നുണ്ടല്ലോ, അവർ ഇപ്പോൾ വണ്ടി വന്ന കണ്ടില്ലേ. അവർക്കെന്താ നല്ല ശമ്പളമല്ലേ, അവർക്ക് ഇഷ്ടംപോലെ ശമ്പളം. പിന്നെ അവരെ കുടുംബത്തിന് 60 കഴിഞ്ഞ പെൻഷൻ. നമുക്ക് അതിൻ്റെ കാൽഭാഗം ദൈവം. ഒരു ഗുണവുമില്ല നമുക്ക്. അവർക്ക് ഇഷ്ടംപോലെ ശമ്പളം. എൻ്റെ മോനിന്ന് PSC എഴുതാൻ പോയിട്ടുണ്ട്. അവനെ കുറേ കളിക്കുന്നുണ്ട്, ഒരു ജോലി പോലും ആയിട്ടില്ല. അവൻ സിവിൽ എഞ്ചിനീയർ ഭാഗം പഠിച്ചതാ, ജോലി ആയിട്ടില്ല, മറിച്ചതാ. നല്ലൊരു പ്ലാവായിരുന്നു. ആവൂല ഒക്കെ വലുതായല്ലേ. മാസം 1-ാം തീയതി മുതൽ അക്കരെ തോട്ടത്തിൽ ആന ഇറങ്ങാൻ തുടങ്ങിയത്. അത് ഇടവിട്ട് ഇങ്ങനെ ഓരോ ദിവസം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഓരോ ദിവസം ഇക്കരയും വരും അക്കരയും വരും. അങ്ങനെ ഇതുവരെ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി വരെ ഇടതൊടാതെ ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ്. ക്ഷമ കൊണ്ട് ഞങ്ങളുടെ നെല്ലിപ്പടീൻ്റെ അങ്ങനത്തെ എത്തി. ഇനിയിപ്പോൾ എന്താ ചെയ്യണോ, മരിക്കണോ ജീവിക്കണോ എന്നുള്ള ഇതിലാണ്. പല നേതാക്കന്മാരെയും, രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും എല്ലാവരും വിളിച്ചു പറഞ്ഞു. നമ്മൾ കണ്ടല്ലോ ആ ചേട്ടൻ്റെ പറമ്പും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഒത്തിരി അധികം നാശനഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രയാസമാവും. ഇഷ്ടംപോലെ കവുങ്ങ്, കുറേ തെങ്ങ്, ചന്ദനമരം വരെ. ഒന്ന് ആലോചിച്ച് നോക്ക് എത്രത്തോളം നാശമാണ് കാട്ടാന വരുത്തുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീവി എന്ത് ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു ജീവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിക്ക് തന്നെ ദോഷമല്ല. എനിക്കതാണ് മനസ്സിലാത്തൊരു കാര്യം, ഇതുപോലെ നശിപ്പിച്ച. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. കാണിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഇവരുടെ പ്രയാസം കണ്ട് ആ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് ഭാഗത്താണ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. എന്നെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു അറുതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.